മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. അത് അമേരിക്കയിൽ ചെന്നാലും ഇങ്ങനെയാണെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. പുറകിലേ ഇരിക്കുള്ളൂ, ഇത്തിരി മുമ്പോട്ട് കയറിയിരുന്നേ, എന്തായാലും കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ. അത് നമുക്കിങ്ങനെ ഒരു പെർട്ടിക്കുലർ സീറ്റുകളുണ്ട്. ആ സീറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. ഇനി വാന്നേ, മുമ്പിലേക്ക് ഇരുന്നേ. ഇത്രയും നല്ലൊരു ദേവാലയം ഉണ്ടാക്കിയിട്ട് പുറകെ പോയിരിക്കും. ഇനി വാ 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 ഇനി പോരെ 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 ഇനി പോരെ. ദൈവമേ, പ്രാർത്ഥിക്കാം. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവാൻ കൈയിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവാൻ കൈയിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. തലകളെ വണക്കി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയനാഥ, സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, പ്രഭാതകാലം ഈ പകൽകാലം മുഴുവനും ഞങ്ങളായിരുന്ന ഇടങ്ങളിലൊക്കെയും നിന്റെ സാന്നിധ്യം ഞങ്ങൾ രുചിച്ചറിഞ്ഞുവല്ലോ. ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ സംസാരങ്ങളിൽ, ഞങ്ങളുടെ പ്രവൃത്തി പദങ്ങളിലൊക്കെയും തമ്പുരാൻ്റെ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ രുചിച്ചറിയുവാൻ തക്കോണം ഞങ്ങളെ ഇടയാക്കിയതല്ലോ. ഞങ്ങൾ സംസാരിച്ച ഭാഷകളൊക്കെയും നാഥ നിന്റെ ഭാഷയായി, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലുള്ള ഭാഷയായി തീരുവാൻ ഇടയാക്കിയ തമ്പുരാനെ, ഞങ്ങളെ ഇനിയും അപ്രകാരം വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, വന്നതുപോലെ തിരിച്ചു പോകാതെ നിന്നെ അറിയുന്നവനായി, നിന്നെ അറിയുന്നവളായി നിന്റെ കൃപയിലായിരിക്കും തക്കോണം ഞങ്ങളെ ഓരോരുത്തരെയും ഇടം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കടന്നു വന്നവരുണ്ടല്ലോ തമ്പുരാനെ, പുറമേ ചിരിക്കുമ്പോഴും തകർന്നിരിക്കുന്നതായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ. മാതാപിതാക്കന്മാരെ ഓർത്ത് വിഷമിക്കുന്നവർ, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, കുടുംബജീവിതത്തിലുണ്ടായ താളപ്പിഴകളാൽ തകർന്നു പോയവർ, തമ്പുരാനെ അപ്രകാരം അനേകർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. ഞങ്ങളെ ഓരോരുത്തരും നീ കാണുന്നുവല്ലോ. മറ്റുള്ളവരുടെ മുമ്പിൽ തമ്പുരാനെ ഞങ്ങൾ ഓരോരുത്തരും സ്വസ്ഥരായിരിക്കാം. എന്നാൽ നിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് അപ്രകാരമാകുവാൻ സാധിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ജീവിതയാത്രയിൽ നാഥ, നീ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതായ വഴികൾ എത്രമാത്രമായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്നാൽ ഏത് ഭാഗത്ത്, ഏത് അവസ്ഥയിലാണ് തമ്പുരാനെ ഞങ്ങൾ നിന്റെ കൈവിട്ട് നടന്നത് എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. ഞങ്ങളെ നീ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ നീ കഴുകണമേ. ആ കുരിശിൽ നീ ഞങ്ങൾക്കായി മരിച്ചുവല്ലോ. ഞങ്ങളുടെ പാദങ്ങൾ കഴുകുവാനായി, ഞങ്ങൾ വിണ്ടുകേറിയ പാദങ്ങൾ കഴുകുവാനായി നീ പെസഹ ആചരിച്ചുവല്ലോ. എങ്കിലും നാഥ, ആ ശിഷ്യന്മാരെ പോലെ നിന്നെ തള്ളിപ്പറഞ്ഞതായ സാഹചര്യങ്ങൾ, നീ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും അതിനെ മനസ്സിലാക്കാതെ മറന്ന് ജീവിച്ചതായ സാഹചര്യങ്ങൾ, തമ്പുരാനെ അപ്രകാരം ജീവിച്ച ഇടങ്ങളിലൊക്കെയും നീ ഞങ്ങളെ ശുദ്ധീകരിച്ചുവല്ലോ. ഞങ്ങളെ വീണ്ടും കഴുകിയെടുത്തുവല്ലോ. നിന്റെ ഉയർപ്പിനാൽ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. നാഥ, കാത്തുപരിപാലിച്ച സ്നേഹത്തിനായി നിന്നെ സ്തുതിക്കുന്നു. സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയാൽ തന്നെ ആമീൻ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. എനിക്കറിയാം മലയാളികളായ ഓർത്തഡോക്സുകാർ എല്ലാവരും ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് നല്ല നിശ്ചയമുള്ളത് കൊണ്ട്
കൂടുതലായി ഞാനത് പറയുന്നില്ല. ഞാൻ ലോ കോളേജിൽ പഠിക്കുന്ന സമയം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബൈബിൾ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകമാണ്. നാട്ടിൽ നിന്ന് പൂനെയിൽ സിംബിയോസിസിലാണ് ഞാൻ പഠിച്ചത്. അപ്പം നാട്ടിൽ നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്നോട് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു കാശ്മീരി ബ്രാഹ്മൺ, പുള്ളിക്കാരി അന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാൻ വന്നതാണ്. അപ്പം എന്നോട് ചോദിച്ചു, വാട്ട്സ് യുവർ നെയിം? ഇപ്പം നമ്മൾ ഗമ്മിക്കൊക്കെ ഇരിക്കുവാണല്ലോ. മൈ നെയിം ഇസ് പ്രമോദ് ഏലിയാസ്. അപ്പോൾ ഏലിയാസ് എന്ന് കേട്ടപ്പോൾ വെദർ യു ആർ ക്രിസ്ത്യൻ ഓർ മുസ്ലിം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒത്തിരി നമുക്ക് ഗമയായി. ഐ ആം ക്രിസ്ത്യൻ. ഓ, അടുത്ത ചോദ്യം, ഡു യു ഹാവ് എ ബൈബിൾ വിത്ത് യു? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രെയിൻ അങ്ങ് മുറിഞ്ഞ് താഴത്തേക്ക് പോയിരുന്നെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു എന്ന് ചിന്തിച്ച സമയം ഞാൻ പറഞ്ഞു, നോ. തല താഴ്ത്തിയാ പറഞ്ഞു. അതുവരെ നിവർന്ന് നിന്ന് പറഞ്ഞു ഞാൻ നോ എന്ന് തല താഴ്ത്തി പറഞ്ഞു. ഡു യു ഹാവ് എ ക്രോസ് വിത്ത് യു എന്ന് ചോദിച്ചു. നീ നിന്റെ കുരിശുണ്ടോ? അപ്പോഴും ഞാൻ നോ പറഞ്ഞു. ഡിഡ് യു പ്രേ എന്ന് ചോദിച്ചു. ഞാൻ അതിന് യെസ് പറഞ്ഞില്ല. കാരണം ഞാൻ അതിന് യെസ് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായി പോകും. ബൈബിൾ എടുക്കാൻ സാധിക്കാത്തവൻ, കർത്താവിൻ്റെ കുരിശ് ധരിക്കാൻ സാധിക്കാത്തവൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല. ഇത് രണ്ടും കർത്താവിൻ്റെ കൃപയാണ്. അതുകൊണ്ട് നമ്മൾ ഇനി എടുത്തില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ പഠിപ്പിക്കണമേ എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അതിനുശേഷം എവിടെ യാത്ര ചെയ്താലും ഞാൻ എൻ്റെ ബൈബിൾ കൊണ്ടുപോരും. ഇന്ത്യയിൽ നിന്ന് തിരുമേനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ലഗേജ് കയറ്റി വിട്ടതല്ല എന്നാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയത്. എങ്കിൽ പോലും ആ ബൈബിൾ എൻ്റെ കയ്യിലും, എനിക്ക് ഈ ബൈബിൾ അല്ലാതെ വേറെ ഏത് ബൈബിൾ കിട്ടിയാലും എനിക്ക് ഒരു ഫ്രീക്വൻ്റ് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എൻ്റെ ബൈബിൾ കൊണ്ടുവരും. 1-2 പേരുടെ കയ്യിലെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വേദഭാഗത്തിൽ പറയുന്നു, സെന്റ് ജോൺ ചാപ്റ്റർ 21 വേഴ്സസ് 1 to 14. ഇവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഒരിക്കൽ കൂടി ഉത്ഥാനത്തിന് ശേഷം കാണുന്നതായ വേദഭാഗമാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതയാത്രകളിൽ ക്രിസ്തുവിനെ പലയിടങ്ങളിൽ നമ്മൾ ഉപേക്ഷിക്കാറുണ്ട്. ഇവിടെ കർത്താവിൻ്റെ സ്ലീഹന്മാർ പ്രത്യേകിച്ച് ഉത്ഥാനത്തിന് ശേഷം അവൻ്റെ അടുക്കലേക്ക് വന്ന്, അല്ലെങ്കിൽ അവൻ തന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്ന് 2-3 സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, മഗ്ദലക്കാരി മറിയമും അതുപോലെ മഗ്ദലക്കാരി മറിയമിൻ്റെ അടുക്ക് തോട്ടക്കാരനായി കടന്നു വന്ന ക്രിസ്തു. രണ്ടാമത്, ലൂക്കോസിൻ സുവിശേഷത്തിൽ എമ്മോസിലേക്ക് പോകുന്ന ലൂക്കോസും തന്റെ പ്രിയ ശിഷ്യനെയും മുമ്പിൽ വെളിപ്പെടുന്നവനായ ക്രിസ്തു. മൂന്നാമത്, കർത്താവിന്റെ ശിഷ്യൻ 11 പേരുടെ മുമ്പിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം. അതിനുശേഷം തോമാസ് സ്ലീഹായെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ആ മുറിവുകളെ കാണിച്ച് അവനെ നിശ്ചയപ്പെടുത്തുന്നതിനായി ഒരുക്കിയതായ സാഹചര്യം. ആ സാഹചര്യം കഴിഞ്ഞതിന് ശേഷമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ അവസാന അധ്യായത്തിൽ ഈ വേദഭാഗം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, തോമസ് സ്ലീഹ ഉൾപ്പെടെ 3-4 പേരോട് പത്രോസ് സ്ലീഹ പറയുന്ന വേദഭാഗമാണ്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നുവെന്ന്. ഇന്ന് പലപ്പോഴും നമ്മെ സംബന്ധിച്ച് നമ്മുടെ യാത്രകളിലൊക്കെയും നമ്മൾക്ക് കൃത്യമായ നിശ്ചയങ്ങളുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും ഈ ദേശത്ത് വന്നപ്പോൾ അത് എന്തിനു വേണ്ടി വന്നു എന്ന് ചോദിച്ച കൃത്യമായ നിശ്ചയമുണ്ട്. അവരുടെ ഓരോ ഇടപെടലുകളും ഓരോ ജോലി സംബന്ധമായ കാര്യങ്ങളിലും വ്യാപൃതരായിരിക്കുമ്പോൾ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഇന്ന കാര്യത്തിന് വേണ്ടി എന്ന് കൃത്യമായി പറയുവാൻ സാധിക്കുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും.
ഇവിടെ കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ്ലീഹ പറയുകയാണ്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു. കർത്താവിന്റെ ശിഷ്യന്മാരെ ബലപ്പെടുത്തിയിട്ട് പറഞ്ഞു, ലോകത്തിന്റെ അറ്റത്തോളം ഞാൻ നിന്നെ എൻ്റെ സുവിശേഷ വേലയ്ക്കായി പറഞ്ഞയക്കുമെന്ന് പറഞ്ഞ് അവർ ധൈര്യപ്പെടുത്തിയ കർത്താവ്, സമാധാനത്തോടുകൂടി നിങ്ങൾ വസിക്കുമെന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയ കർത്താവ്, തൻ്റെ മുറിവുകളെ കാണിച്ച് താൻ ഉദ്ധാനം ചെയ്തിട്ടുണ്ടെന്നും എന്തിനു വേണ്ടിയാണ് തന്നെ ഉദ്ധാനം ചെയ്തതെന്ന് പഠിപ്പിച്ചതായ കർത്താവ്, ആ അനുഭവങ്ങളുടെ മധ്യേ നിൽക്കുമ്പോഴാണ് പത്രോസ് പറയുന്നത്, ഇനി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോകണമെന്ന്. ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ പരിശുദ്ധമായ വലിയ നോമ്പും അതിനുശേഷം കഷ്ടാനുഭവാഴ്ചയും കർത്താവിൻ്റെ കുരിശു മരണവും ഉദ്ധാനവും ഒക്കെ നമ്മൾ ആചരിച്ച് ആത്മീയമായി ഉണർവിൽ നിൽക്കുന്ന സമയമാണ്. എന്നാൽ എപ്പോഴെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കുകയും ആ പരിശുദ്ധമായ അനുഭവത്തിലൂടെ കടന്നുപോയ നമ്മളെ ഏത് മേഖലയിലാണ്, ഏത് അവസ്ഥയിലാണ് ആ പഴയ യാത്രയിലേക്ക്, പഴയ അനുഭവങ്ങളിലേക്ക്, പാപാനുഭവങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോയിട്ടുള്ളത്. ചിലപ്പോൾ നമ്മുടെ ഒരു വർത്തമാനമായിരിക്കാം, ചിലപ്പോൾ ചില ചിന്തകളായിരിക്കാം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഒരുക്കുവാൻ തക്കവണ്ണം സാധിക്കാത്ത തരത്തിലുള്ളതായ ചില ഇടപെടലുകളാകാം. ദൈവമേ, നിന്റെ ആ കൃപയിൽ നിന്ന് ഏത് നിമിഷമാണ് നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോയിട്ടുള്ളത് അല്ലെങ്കിൽ അകന്നു പോയിട്ടുള്ളത് എന്ന് ചിന്തിച്ചു നോക്കണം. ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായി പറയുകയാണ് അവിടെ പത്രോസ്ലീഹ ഉൾപ്പെടെ സ്ലീഹന്മാർ ഓരോരുത്തരും, ഒരാള് പോലും അത് പറ്റില്ല എന്ന് പറയാതെ അവർ ഓരോരുത്തരും പത്രോസിനോട് കൂടെ ചേരുകയാണ്. 21-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 21-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. മതി. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ അവർ ഒന്നും ലഭിച്ചില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ജീവിത യാത്രയിൽ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും കൃത്യമായി നമുക്ക് പറയുവാൻ സാധിക്കും. എനിക്ക് പറയുവാൻ സാധിക്കും, ഞാൻ തിയോളജി പഠിച്ചവനാണ്, അല്ലെങ്കിൽ ഞാൻ വേദപുസ്തകം പഠിപ്പിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു മെത്രാപ്പൊലിത്തയാണ് എന്നൊക്കെ നമുക്ക് പറയുവാൻ സാധിക്കും. പക്ഷേ നമ്മുടെ യാത്രയിൽ ക്രിസ്തു ഭരമേൽപ്പിച്ചതായ ഏത് ഉത്തരവാദിത്തത്തിൽ നിന്നാണ് ഞാനും നിങ്ങളും വഴി തിരിഞ്ഞു പോയത് എന്ന് ചിന്തിച്ചു നോക്കണം. ഇവിടെ ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം, ചില സൈൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ സിനു ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് അപ്പം ഒരു ടേണിങ്ങിൽ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, കേരളത്തിലാണെങ്കിൽ ഞാനുണ്ടെന്ന് പിന്നെ സോളമനും ഉണ്ടായിരുന്നു. അപ്പം ഈ വഴിക്ക് ഞങ്ങളും കയറിപ്പോയേനെ. അവിടെ ഒരു ചെറിയ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ആ ബ്ലോക്ക് വെച്ചിടത്തേക്ക് ഞാൻ പറഞ്ഞു, കേരളത്തിലാണെങ്കിൽ പയ്യ സൈഡിൽ കൂടെ കയറിപ്പോയേനെ. ഇവിടെ ചിലപ്പോഴൊക്കെ അങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് വീട്ടിൽ ഒരു ചെറിയ ഒരു പേപ്പർ വരും, ഫൈൻ അടച്ച്, അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിത യാത്രയിൽ ചില യു-ടേണുകൾ, ചില സൈനുകൾ ഉണ്ടാകും. ആ സൈനുകൾ എന്തിനു വേണ്ടിയാണ്? കൃത്യമായ ഒരു ദിശയിലേക്ക് എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുവാനുള്ളതാണ് ആ സൈൻ, ആ സൈൻ ബോർഡുകൾ. ആ സൈൻ ബോർഡുകൾ ചെന്നെത്തുന്നത് അപകടത്തിലേക്കായിരിക്കുകയില്ല. എന്നാൽ സൈൻ ബോർഡിനെ നമ്മൾ ഉപേക്ഷിച്ച് യാത്ര ചെയ്താലോ അത് അപകടത്തിലേക്ക് ചെന്നെത്തുമെന്ന് മനസ്സിലാക്കണം. ഇവിടെ പത്രോസ്ലീഹ പറയുകയാണ്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു. താൻ കഴിഞ്ഞ കാലങ്ങളൊക്കെയും തന്റെ സുപരിചിതമായ ആ കടലിനോടും അല്ലെങ്കിൽ മീൻപിടുത്തത്തോടും വളരെ സുപരിചിതനായിരിക്കുന്ന മനുഷ്യൻ പറയുകയാണ്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുകയാണ്. ധൈര്യത്തോടെയാണ് പറയുന്നത്. എന്നാൽ അവിടെ പറയും, അവർ ആ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല എന്ന്. ഒന്നാമത് വേദഭാഗം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പരാജിതനായവന്റെ അടുക്കിലേക്ക് തമ്പുരാൻ ഒരിക്കലും അകന്നു പോകുകയില്ല, അവൻ അടുത്തു വരുന്നവനായിരിക്കും. ആ രാത്രി മുഴുവനും അവർ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല എന്നാണ് വേദഭാഗം പഠിപ്പിക്കുന്നത്. എന്നാൽ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പുലർച്ചയായപ്പോൾ
യേശു കരയിൽ നിന്നിരുന്നു. അറിഞ്ഞില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. പരാജിതനായിരിക്കുന്നതായ ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് തമ്പുരാൻ വന്നിട്ട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷിക്കുവാനുണ്ടോ എന്ന്. ഒന്ന് ആലോചിച്ചു നോക്കുക. പ്രതിസന്ധിയുടെയും പ്രയാസത്തിലൂടെയും കടന്നുപോയവരായിരിക്കും ഞാനും നിങ്ങളും ഓരോരുത്തരും. ജീവിതയാത്രയിൽ തകർന്നുപോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവമേ, എന്താണ്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ചോദിച്ച് നിന്നതായ നിമിഷങ്ങളുണ്ട്. കോവിഡിൻ്റെതാകാം, കഷ്ടപ്പാടിൻ്റെതാകാം, കടബാധ്യതയുടെയാകാം. അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഞാനും നിങ്ങളും പരാജിതനായി നിന്നപ്പോൾ ദൈവമേ സഹായിക്കുമെന്ന് കരുതിയിരുന്നവർ അനേകരുണ്ടായിരിക്കും. ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കാം, മക്കളായിരിക്കാം, മാതാപിതാക്കന്മാരായിരിക്കാം, ബന്ധുമിത്രാദികളായിരിക്കാം, കൂട്ടുകാരായിരിക്കാം. കടബാധ്യതയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, തകർച്ചയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സഹായിക്കുമെന്ന് കരുതിയിരുന്ന പരാജിതനായവന്റെ അടുക്കിലേക്ക് ആരുടെ കൈകളായിരിക്കും നീട്ടപ്പെടുകയുള്ളൂ? അത് ക്രിസ്തുവിന്റെ കൈകളായിരിക്കും നീട്ടപ്പെടുക. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്ക്. പലപ്പോഴും മറന്നുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവ് നമ്മെ ഓരോരുത്തരും ആ പരാജയത്തിന്റെ വക്കിൽ നിന്ന് നമ്മെ പിടിച്ചുയർത്തിയതായ ആ അനുഭവങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും. നമ്മുടെ ആ പ്രതിസന്ധി കടന്നു കഴിയുമ്പോൾ ദൈവമേ, നീ എന്നെ കടത്തിയല്ലോ, നീ എന്നെ ഈ പ്രതിസന്ധി കടന്ന് കരകയറുവാൻ നീ എന്നെ സഹായിച്ചുവല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അതിനുശേഷം ആ അനുഗ്രഹീത നിമിഷത്തെ നമ്മൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ എന്ന് ആലോചിച്ചു നോക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അച്ഛൻ മരിച്ചുപോയി. എബ്രഹാം അച്ഛൻ എന്ന് പറയും. അച്ഛൻ്റെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ സീരിയസ് ആയി കിടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അച്ഛനെ കാണുവാനായിട്ട് ഞാൻ പോയി. അപ്പോൾ എൻ്റെ അടുക്കലേക്ക് ഒരു അമ്മച്ചി കടന്നു വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ എങ്ങനെയാണ് സംബോധന ചെയ്യേണ്ടതെന്നറിയില്ല. ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ്, ഒരു നായർ കുടുംബത്തിലെ ഒരു അംഗമാണ്. എൻ്റെ മകൾ 28 വയസ്സുള്ളതായ എൻ്റെ മകൾ, ഒരു കുഞ്ഞുണ്ട്, ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഈ ICUവിൽ കിടക്കുകയാണ്. അച്ഛന് പോയി ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, തീർച്ചയായും പ്രാർത്ഥിക്കാം. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യേണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, തിരുമേനി, നമുക്ക് പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? ആ ദിവസം വരെ വളരെ ക്രിട്ടിക്കലായിരുന്ന ഒരു കുഞ്ഞ്, 28 വയസ്സുണ്ട്, ഒരു മകനുണ്ട്, നല്ല മിടുക്കിയായ സുന്ദരിയായ ഒരു കുഞ്ഞ്. ആ യുവതിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഡോക്ടറെ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, തിരുമേനി, ഈ രാത്രി കടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല, ഈ രാത്രി കടന്നു പോകുമോ ഇല്ലയോ എന്നറിയില്ല. ആ അമ്മ കടന്നു വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ദൈവത്തെ പോലെയാണ് തോന്നുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നത് ദൈവത്തെ പോലെയാണ് എന്ന് തോന്നുന്നു. എൻ്റെ കുഞ്ഞിനെ നിങ്ങളുടെ കരങ്ങൾ തൊട്ട് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സൗഖ്യം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സൗഖ്യം ലഭിക്കുവാൻ തക്കവണ്ണം ലഭിക്കുകയില്ല എന്ന്, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ് എന്ന് ആ അമ്മ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ആ എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ സൗഖ്യം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, ഇന്ന് പലപ്പോഴും നമുക്കാർക്കും ആ ഒരു സാക്ഷ്യം പറയുവാൻ തക്ക നമുക്ക് സാധ്യമാവുകയില്ല. നമ്മളിൽ ഓരോരുത്തരും ദൈവത്തിന്റെ കൃപ വസിക്കുന്നു എന്ന് തിരിച്ചറിവുണ്ടായ ഒരു സാഹചര്യമായിരുന്നു അത്. അവിടെ ആ രാത്രി കടന്നു പോകുകയില്ല എന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചെയ്തതായ ആ കുഞ്ഞിൻ്റെ ഒരു 3 മണിയായപ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണ് തുറന്നു. 6 ദിവസമായി കണ്ണ് തുറക്കാതെ മരുന്നിനോട് പ്രതികരിക്കാതിരുന്നതായ ആ ശരീരത്തിൽ മരുന്ന് ക്രിട്ടിക്കലാണ്, ക്യാൻസറാണ്, ലുക്കീമിയാണ്, അത് അധികം നാൾ നീണ്ടുപോകുകയില്ല എന്ന് കൃത്യമായിരിക്കും. പക്ഷെ അന്ന് ഡോക്ടർ പറഞ്ഞത് ഈ രാത്രി കടന്നു പോകുകയില്ല എന്ന് പറഞ്ഞെടുത്ത് ആ കുഞ്ഞിൻ്റെ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി എന്താണ് എന്ന് പറയുവാൻ വേണ്ടിയാണ്. കടന്നു വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ രാത്രിയിൽ
3 മണിയായപ്പോൾ ആ കുഞ്ഞിന്റെ കണ്ണുകൾ തുറന്നു. ആ കുഞ്ഞിന്റെ ശരീരത്തോട് അന്ന് വരെ പ്രതികരിക്കാതിരുന്ന മരുന്ന് പ്രതികരിച്ചു തുടങ്ങി. എന്നാൽ ഒന്ന് പറയട്ടെ, അവിടെയാണ് യഥാർത്ഥ സാക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും നമുക്ക് നിരാശ തോന്നുന്ന സാഹചര്യങ്ങളുണ്ടാകും. ആ അമ്മ പറഞ്ഞതുപോലെ, നിങ്ങളെ ഞാൻ എൻ്റെ ദൈവത്തെ പോലെ കാണുന്നു എന്ന് പറയുവാനും, എൻ്റെ കുഞ്ഞിന് സൗഖ്യം വന്നാൽ നിങ്ങളുടെ ദേവാലയത്തിൽ വന്ന് എൻ്റെ പ്രാർത്ഥന കഴിക്കുമെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിച്ച സാഹചര്യങ്ങൾ. പ്രിയമുള്ളവരെ, ഒന്ന് മനസ്സിലാക്കണം, ദൈവം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത് അപ്രകാരമായിരിക്കും. നമ്മൾ ഓരോരുത്തരും ചോദിച്ചിട്ടായിരിക്കുകയില്ല, നമ്മുടെ ആവശ്യം അറിഞ്ഞിട്ടായിരിക്കുകയില്ല. പക്ഷേ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹൃദയം നുറുങ്ങിയിട്ടുണ്ടെങ്കിൽ, നിരാശനായി ഞാനും നിങ്ങളും ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തിലേക്ക് ദൈവത്തിന് ഇടപെടുവാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് യഥാർത്ഥ സാക്ഷ്യം എന്ന് പറയുന്നത്. ഹെസക്കേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഹെസക്കേൽ പ്രവചനം 3-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. എന്തിനു വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ഈ ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്? കൃത്യമായി ഹെസക്കേൽ പ്രവചനത്തിൽ പറയുകയാണ്. 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. കാവൽക്കാരന്റെ നിയോഗം എന്താണ്? മതി. കാവൽക്കാരന്റെ നിയോഗം എന്താണ്? കാവൽക്കാരന്റെ നിയോഗം എന്ന് പറയുന്നത് അവന്റെ സ്വയം രക്ഷയല്ല, അവനോട് കൂടെ നിൽക്കുന്നവന്റെ രക്ഷയാണ് കാവൽക്കാരൻ നോക്കുന്നത്. നമുക്കറിയാമല്ലോ, സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ അതിന് മുകളിലുള്ളതായ കമാൻഡോസുകൾ ഉണ്ടാകാം. അവരുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയോടുകൂടിയുള്ളതായ പരിപാലനം ഏൽക്കുന്ന ആർക്ക് വേണ്ടിയാണ്? അവർ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും അവരെ ഏൽപ്പിച്ചതായ ആ വ്യക്തി ആരാണോ, ആ വ്യക്തി പ്രസിഡന്റോ അല്ലെങ്കിൽ ശ്രേഷ്ഠനായ ആ വ്യക്തി ആരായാലും ആ വ്യക്തിക്ക് സംരക്ഷണം നൽകുക എന്നതാണ് യഥാർത്ഥത്തിൽ ഓരോ കാവൽക്കാരുടെയും ഉത്തരവാദിത്വം. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. നമ്മളെ ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നത് നമ്മളായിരിക്കുന്ന സമൂഹത്തിന്റെ കാവൽക്കാരനാകുവാൻ വേണ്ടിയാണ്. ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ കാവൽക്കാരനായിരിക്കാം. തകർന്നുപോയ ജീവിത ബന്ധങ്ങളിൽ കാവൽക്കാരനെ പോലെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ടതായ സാഹചര്യമായിരിക്കാം. ഏത് മേഖലയിലായാലും ഒന്ന് മനസ്സിലാക്കണം, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടാകും. ഈ ലോകത്തെ എന്നെയും ഇന്ന് ഈ സന്ധ്യയ്ക്ക് ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നുവെങ്കിൽ അത് പദ്ധതി ഉണ്ടാകുമെന്ന് തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകണം. വെറുതെ കടന്നു പോകുവാൻ വേണ്ടിയല്ല. പ്രതിസന്ധികൾ ഉണ്ടാകാം, ആശങ്കകൾ ഉണ്ടാകാം. പക്ഷെ ആ ആശങ്കകളൊക്കെയും നമ്മെ നയിക്കേണ്ടത് ക്രിസ്തുവിലേക്കായിരിക്കണം. നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ നിരാശകളും ക്രിസ്തുവിൽ അകന്നു പോകുവാനുള്ളതായിരിക്കരുത്. പകരം ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ സാധ്യമാകണം. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിന് 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്തിനു വേണ്ടിയാണ് നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത്? കൃത്യമായി പൗലോസ് ശ്ലീഹ പറയുക. 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. എഫേസ്യർ 4:13. അല്ല, 4:13. എഫേസ്യർ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ആത്മീയ ശരീരത്തിന്റെ വർധനവിനുമായിരിക്കണമെന്ന്. യഥാർത്ഥ ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത് തകർച്ചകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട്, നൊമ്പരങ്ങളെയും വേദനകളും ഉണ്ടാകാം. ആ വേദനകളുടെ മധ്യത്തിനു വേണ്ടിയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ആത്മീയ വർധനവിനായിരിക്കണം. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിന് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്ന തിരിച്ചറിവ് നമ്മിൽ ഉണ്ടാകണം. ഇന്ന് പലപ്പോഴും നമുക്ക് സാധ്യമല്ലാത്തതും അത് തന്നെയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ക്രിസ്തുവാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഇത്രമാത്രം വളർത്തിയിട്ടുണ്ടെങ്കിൽ, ഇത്രമാത്രം ഉയർച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും അറിയാതെ നമ്മെ വഴി നടത്തിയ ക്രിസ്തുവാണ് എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ സാധ്യമാക്കുമോ? എൻ്റെ മുമ്പിലിരിക്കുന്നവർ ഓരോരുത്തരും അവിടെ ചെറുപ്പകാലം ഒന്ന് ആലോചിച്ച്, നാട്ടിൽ നിന്ന് കയറിപ്പോരാൻ നേരത്ത്
എങ്ങനെയായിരുന്നു? ഞാൻ വന്നതുപോലെ തന്നെ നിങ്ങളും ഭയന്ന് തന്നെയാണ് വന്നത്. എംബസി ചെല്ലുമ്പം അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ചെല്ലുമ്പോൾ എന്തൊക്കെ ചോദിക്കും, ആരൊക്കെ പറയും, വൈ യു കെയിം ഹിയർ എന്നൊക്കെ ചോദിക്കും, ഇല്ലേ? ചോദിച്ചില്ല നിങ്ങളോട്? എന്നോട് ചോദിച്ചു, വൈ യു കെയിം ഹിയർ? അപ്പം ഞാൻ പറഞ്ഞു, ഫോർ ദ ഫീസ്റ്റ്. വാട്ട് ഫീസ്റ്റ്? അപ്പം പള്ളിയുടെ പേരൊക്കെ കാണിച്ചു, സെൻറ്റ് തോമസ് ഓർത്തഡോക്സ്. ഓ, സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച്. ഡു ഹാവ് എ? അപ്പം ചോദിച്ചു, ഹൗ മെനി ഡേയ്സ് യു വിൽ ബി ഹിയർ? ഞാൻ പറഞ്ഞു, 2 weeks. ഓൺലി ഫോർ 2 weeks? ഞാൻ പറഞ്ഞു, യെസ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അപ്പം അച്ഛൻ തന്ന ലെറ്റർ കാണിച്ചു. ഡു ഹാവ് എ ഇൻവിറ്റേഷൻ? ലെറ്റർ കാണിച്ചു. അപ്പം ഇൻവിറ്റേഷൻ 5 മാസം മുമ്പുള്ള ഇൻവിറ്റേഷനാണ്. ദിസ് ഇസ് 5 months ബിഫോർ ഇൻവിറ്റേഷൻ. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ഫോർ മൈ വിസ പ്രോസസ്. ദ ഫസ്റ്റ് ടൈം ഐ കമ്മിങ് ടു US. ഓ, ദിസ് ഇസ് ഫസ്റ്റ് ടൈം. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു, ദൈവമേ, ഇദ്ദേഹത്തെ പോലെ ഒരു മിടുക്കനായ ഓഫീസറാണല്ലോ അവിടെ ഇരിക്കുന്നത്. വിസ കിട്ടി എന്നാ കിട്ടിയതെന്നറിയാം. അപ്പം അതിൻ്റെ അകത്ത് സ്റ്റാമ്പ് ചെയ്യണമല്ലോ, അല്ലാതെ കിടന്നു വരാൻ പറ്റില്ലോ എന്ന് മനസ്സിൽ പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും അങ്ങനെയല്ലായിരുന്നു. കടന്നു വന്നപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ദൈവമേ, എങ്ങനെയാണ് മുന്നോട്ട് കടന്നു പോകുന്നത്? ഇവിടെ അച്ഛൻ 8 മണി മുതൽ നോക്കിയിരിക്കുക, തിരുമേനി നോക്കിയിരിക്കുക എന്നെ. 8 മണിയായിട്ട് ഞാൻ പുറത്തേക്ക് വരുന്നില്ല. 2 പേരും അവിടെ എന്നെ കാത്തിരുന്നുണ്ട്, സോളമനും സിനുവും. അവർ കുറേ വെയിറ്റ് ചെയ്തു. എന്നോട് വന്നിട്ട് ചോദിച്ചു, സോളമൻ ഹലോ കൈ കാണിച്ചു. ഞാൻ കൈ നോക്കി. ഇത് പറഞ്ഞു, ഞാൻ തിരുമേനിയെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ആട്ടെ, ഒന്നാമത്തെ അമേരിക്കയിലേക്കാണ് വന്നത്. അച്ഛൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അച്ഛൻ എനിക്ക് ടെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതൊന്നും വർക്ക് ചെയ്യുന്ന സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് കിട്ടിയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് സംശയമായി. ഇപ്പം എന്നോട് പറഞ്ഞ അച്ഛൻ വരുമെന്ന് പറഞ്ഞാണ്. അപ്പം ഞാൻ നോക്കിയപ്പം സോളമനോട് ചോദിച്ചു, അച്ഛൻ എന്നാ പറഞ്ഞേ? അച്ഛനെ ഒന്ന് വിളിച്ചേ എന്ന് ചോദിച്ചു. ഇത് അറിയണ്ടേ? നമ്മൾ വന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാ പോയെന്നറിയാൻ പറ്റില്ല. അപ്പം ആരോടാ പറയണേ? അപ്പോൾ അച്ഛനെ വിളിച്ചു പെട്ടെന്ന് സോളമൻ. വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു, അത് വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. അപ്പം എൻ്റെ മനസ്സിലൊരു സങ്കോചം ഉണ്ടായതുകൊണ്ട് നമ്മൾ പറഞ്ഞു, ഓക്കെ, അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. ഞാൻ പറഞ്ഞത്, പലയിടങ്ങളിലൊക്കെയും നമ്മുടെ യാത്രയിൽ സങ്കോചങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ പ്രയാസങ്ങളൊക്കെയും വഴി നടത്തിയതാരാണ്? നമ്മെ സഹായിക്കുവാൻ ഒരു കരമുണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മെ വഴി നടത്തുവാൻ ഒരു വെളിച്ചമുണ്ടായിട്ടുണ്ടെങ്കിൽ, ആ വെളിച്ചം മുഴുവനും പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് എന്ന് തിരിച്ചറിയണം. നമ്മുടെ മിടുക്ക് കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ കുടുംബ മഹിമ കൊണ്ടോ, നമ്മുടെ സമ്പത്ത് കൊണ്ടോ, നമ്മൾ ആയിരിക്കുന്ന മേഖലയിലുള്ളതായ നമ്മുടെ കഴിവ്, നമ്മുടെ അതിപ്രധാനമായ കഴിവ് കൊണ്ടോ നമ്മൾ ഒന്നും നേടുകയില്ല. എന്നാൽ ക്രിസ്തു നമ്മോടൊപ്പമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പരാജിതനാകാതെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടാവുള്ളൂ. പരാജിതന്റെ അടുക്കിലേക്ക് മറ്റാരും വന്നില്ലെങ്കിലും പരാജിതന്റെ അടുക്കിലേക്ക് വരുന്നവൻ ക്രിസ്തുവാണ്. കാരണം എന്താണ്? അവന്റെ ജീവനെ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ. ഒന്ന് ആലോചിച്ച് നോക്കുക. പരാജിതനായി, നിരാശനായി, ആത്മഹത്യയുടെ മുമ്പിൽ നിന്നപ്പോൾ പോലും ദൈവം തമ്പുരാൻ വഴി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വഴി നടത്തുവാൻ കാരണം അവൻ എനിക്ക് വേണ്ടി കാൽവരിൽ യാഗമായതുകൊണ്ട് മാത്രമാണ്. അവൻ കാൽവരിൽ യാഗമാകുവാൻ തക്കവണ്ണം എത്രമാത്രം കഴിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. എന്ത് ഗുണമാണ് നമ്മളിലുള്ളത്? അവൻ എനിക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുവാൻ എന്ത് ഗുണമാണ് എനിക്കും നമ്മളിലുള്ളത് എന്ന് ചിന്തിച്ചു നോക്കുക. പ്രിയമുള്ളവർ, അതാണ് സാക്ഷ്യമെന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് പരാജിതനെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തു. ഇവിടെ പറയുന്നത് 3-ാം അധ്യായത്തിന്റെ 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കൂട്ടുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നിരാശനായി നിന്നതായ ആ ഒരു സമൂഹത്തോട് ചേർത്ത് പിടിക്കുവാനും, ആ നിരാശയിൽ ആ പരാജിതനായിരിക്കുന്നവനെ ചേർത്ത് പിടിക്കുവാനും തമ്പുരാൻ ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. നമ്മുടെ ഓരോരുത്തരും എത്രയോ പ്രാവശ്യം കർത്താവ് ചോദിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിട്ടുണ്ട്.
തകർന്നുപോയ സാഹചര്യങ്ങൾ, തളർന്നുപോയ സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ ശിഥിലമായ സാഹചര്യങ്ങൾ, അവിടെയൊക്കെയും ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം ഞാനും നിങ്ങളും രുചിച്ചറിഞ്ഞിട്ടില്ലേ? വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 15-ഉം 16-ഉം വാക്യം. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന് 15-ഉം 16-ഉം വാക്യം. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. എൻ്റെ ക്രിസ്തുവിനോട് ഞാൻ ചേരുന്നുവെങ്കിൽ എൻ്റെ ക്രിസ്തുവിനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പരാജിതന്റെ അനുഭവമല്ല, വിജയശ്രീലാളിതനായവന്റെ അനുഭവമാണ്. ഒന്ന് വായിച്ചേ 3-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യം. നീ ഉഷ്ണവാനായിരുന്നുവെങ്കിൽ, ശീതവാനും ഉഷ്ണവാനും ആയിരുന്നുവെങ്കിൽ, ഉഷ്ണവാനുമല്ലാതിരുന്ന എന്റെ വായിൽ നിന്ന് ഞാൻ നിന്നെ തുപ്പിക്കളയും. പരാജിതനായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദൈവകൃപയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ക്രിസ്തുവിനെ അറിയാതെ ഞാനും നിങ്ങളും ജീവിക്കുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിനെ അറിയാതെ ഞാനും നിങ്ങളും ജീവിക്കുന്നത് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതയാത്രയിൽ ക്രിസ്തുവിനെ എവിടെയാണ് നമ്മൾ തള്ളിക്കളഞ്ഞത്? നമ്മൾ കഴിഞ്ഞ 50 ദിവസം വ്യക്തിപരമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം സാധിച്ചിട്ടുണ്ട്. കൃത്യമായി നമ്മൾ പറയുകയാണെങ്കിൽ ഈ 50 ദിവസം ആത്മീയമായി നമ്മൾ വളർച്ച പ്രാപിച്ചവരായിരുന്നു. എന്നാൽ എവിടെയാണ് അതിനുശേഷം നമുക്ക് പിഴവുകൾ പറ്റിയിട്ടുള്ളത്? നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. എന്നാൽ ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ, ഞാൻ നിന്നെ അറിയുന്നവനാണ്, നീ നിന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് പറയുന്ന ആ വാക്കാണോ, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുന്ന കഠിന വാക്കാണോ നമ്മൾ കേൾക്കുവാൻ പോകുന്നത്? പ്രിയമുള്ളവരവിടെയാണ് സാക്ഷ്യമെന്ന് പറയും. നിരാശിതനായവൻ്റെ, പരാജിതനായവൻ്റെ ഒരിക്കലും ഉപേക്ഷിക്കുന്നവനല്ല ക്രിസ്തു. തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ കടന്നു വരിക, നിങ്ങൾക്കുള്ളതായ ഭക്ഷണം ഞാൻ കരുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഞാൻ കരുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴൊക്കെയും നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്നതും അങ്ങനെയല്ലേ? ഉപദ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം. ഉപദ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം. നമ്മൾ എത്ര മാത്രം വളർന്നാലും, നമ്മൾ എത്ര മാത്രം ശക്തി പ്രാപിച്ചാലും, നമ്മൾ എത്ര മാത്രം 1-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം. ഉപദ്യാവ് 1:4. നീ കഴുകനെ പോലെ നക്ഷത്രത്തിന്റെ കൂട് വെച്ചാലും അവിടുന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. നമ്മെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്, നമ്മെ കരുതുന്ന ഒരു ക്രിസ്തുവുണ്ട്, നമ്മുടെ യാത്രയിൽ നമ്മെ മനസ്സിലാക്കുന്ന ക്രിസ്തുവുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ അഹങ്കാരമോ നമ്മുടെ ശ്രേഷ്ഠതയോ നമ്മുടെ വളർച്ചയോ ഒന്നും ക്രിസ്തുവിലേക്ക് അടുക്കുകയില്ല. പകരം എളിമയുടെ, അനുതാപത്തിൻ്റെ, കരുതലിൻ്റെ, കരുണയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് കുഞ്ഞുങ്ങളെ എന്ന വിളി കേൾക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ക്രിസ്തു നമ്മുടെ അടുക്കലിരുന്ന് കുഞ്ഞുങ്ങളെ എന്ന്, പക്ഷെ ആ വിളി കേൾക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എപ്പോൾ അവന്റെ ശബ്ദം കേൾക്കുന്നത് അവന്റെ വായിൽ നിന്നാണ്, വചനത്തിൽ നിന്നാണ്. െങ്കിൽ മനസ്സ് തുറക്കണം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 27-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. മത്തായി 27:32. അവൻ പോകുമ്പോൾ മതി 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 മതി. ആ യാത്രയിൽ അനേകരോട് ചിലപ്പെങ്കിൽ അപ്പടയാളികൾ പറഞ്ഞിട്ടുണ്ടാകും, ഇവന്റെ ക്രൂശൊന്ന് ചുമക്കണമേ എന്ന്, ഇവനെ ഒന്ന് സഹായിക്കണമേ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകും. അവന്റെ ക്രൂശാണ് നമ്മുടെ സഹനം. നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശയുടെ അനുഭവത്തിൽ പോകാതെ
എൻ്റെ കർത്താവിനെ ക്രൂശ് ചുമക്കുവാനാണ് എനിക്ക് ലഭിച്ച ഭാഗ്യമെന്ന് കരുതുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അവിടെ പറയാണ്, ഖുറേനക്കാർ നശീമോനോട് പറയാണ്, ഇവന്റെ കുരിശിനെ നീ ചുമക്കുക. അവനെ ആക്ഷേപിച്ചിട്ടുണ്ടാകും. അവനെ പലപ്പോഴും ക്രിസ്തുവിനോട് കരുതി അവനെ ആക്ഷേപിക്കുകയും ധിന്നിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ടാകും. നമ്മൾക്കും പലപ്പോഴും ആ പരിഹാസങ്ങളിലൂടെ കടന്നു പോയിട്ടില്ലേ? നീ എന്തിനു വേണ്ടിയാണ് ഇന്ന് ദേവാലയത്തിൽ പോകുന്നത്? നീ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്? നമ്മളോട് ചോദിച്ചിട്ടില്ലേ? പല ആവർത്തി നമ്മെ ഒറ്റപ്പെടുത്തിയിട്ടില്ലേ? കർത്താവിൻ്റെ കുരിശിനെ ചുമക്കുവാനാണ് ആ പരിഹാസവും ആ നിന്ദയുമെങ്കിൽ എങ്ങനെയാണ് നമുക്കതിനെ ബൈപ്പാസ് ചെയ്യാൻ സാധിക്കുക? യോശുവ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. യോശുവ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ചില പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ, ചില പ്രതികൂലങ്ങളെ തരണം ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായി തീരണമെന്ന് പറയുകയാണ്. 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. യോശുവ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. യോശുവ പ്രവചനം നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. പ്രിയമുള്ള മതി, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങളെ കഴുകുവാൻ നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അസീസിയിലെ സെന്റ് ഫ്രാൻസിസ് പറയുന്നുണ്ട്, തൻ്റെ കൂട്ടുകാരനായ ലിയോയോട് പറയുകയാണ്, ഒരു കാട്ടാളന്റെ അടുക്കിലേക്ക്, ഒരു കൊള്ളക്കാരൻ്റെ അടുക്കിലേക്ക് ഫ്രാൻസിസ് നടന്നു പോകുമ്പോൾ ലിയോ ചോദിക്കുകയാണ്, നീ എന്തിനാണ് അവൻ്റെ അടുക്കിലേക്ക് പോകുന്നത്? അവൻ നിന്നെ ഇത്രമാത്രം ദ്രോഹിച്ചില്ലേ? അവൻ ഇത്രമാത്രം നിന്നെ വേദനിപ്പിച്ചില്ലേ? നിന്നെ ഭത്സിച്ചില്ലേ? നീ എന്തിനാണ് അവൻ്റെ അടുക്കിലേക്ക് പോകുന്നത്? അപ്പോൾ ഫ്രാൻസിസ് പറയുകയാണ്, ഞാൻ അവനിൽ എൻ്റെ ക്രിസ്തുവിനെ കാണുന്നു. നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ വേദനകളിലും നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ ഞെരുക്കങ്ങളിലും എൻ്റെ ക്രിസ്തുവിനെ കാണുവാൻ എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, അവിടെയാണ് അവൻ്റെ കരങ്ങൾ നമ്മെ ആശ്ലേഷിക്കുന്നത്, അവനെ ചേർത്ത് പിടിക്കുന്ന കരങ്ങൾ നമ്മൾ അറിയുന്നത്. ഒന്ന് മനസ്സിലാക്കണം, യോർദാനിൻ്റെ ആ മറുകരയിൽ നിൽക്കുന്ന യോശുവ പറയാണ്, നീ ഒന്ന് ശുദ്ധീകരിക്കപ്പെട്ടാൽ, നീ ഒന്ന് വിശുദ്ധീകരിക്കപ്പെട്ടാൽ ഈ യോർദാൻ കടന്നു പോകുവാൻ നിനക്ക് സാധിക്കും. ക്രോസിംഗ് ദ റിവർ ഓഫ് ജോർദാൻ. നിന്റെ മുമ്പിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. നീ ക്രിസ്തുവിനോട് ഒപ്പം നിൽക്കുവാനും അവൻ്റെ ജീവിതവുമായി നിന്റെ ജീവിതവുമായി അവനെ കൂട്ടി വായിക്കുവാൻ, അവൻ്റെ മുറിവുകളുമായി കൂട്ടി വായിക്കുവാൻ നിനക്ക് സാധിച്ചാൽ, ഒന്ന് മനസ്സിലാക്കണം, ഏത് പ്രതിസന്ധിയെയും ഏത് പ്രയാസങ്ങളെയും മാനുഷികമായി കടക്കുവാൻ സാധിക്കാത്ത ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നിനക്ക് തരണം ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, 100 മീറ്റർ ഹഡിൽസ് ഓടുന്നവനേക്കാൾ പ്രയാസമാണ്, എളുപ്പമാണ് 100 മീറ്റർ ഡാഷ്, 100 മീറ്റർ റേസ് നടത്തുന്നത്. ആ ഹഡിൽസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ എന്തിനു വേണ്ടിയാണ്? ഒരു വിജയത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. അത് കടന്നു വന്നവരല്ലേ എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും. ജീവിതത്തിൻ്റെ ഹഡിൽസിനെ, തടസ്സങ്ങളെ, പ്രതികൂലതകളെ തരണം ചെയ്ത് കടന്നു പോയവരാണ്. അതെന്തിനു വേണ്ടിയാണ്? ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ, ആ ലക്ഷ്യമാകുന്ന ക്രിസ്തുവാകുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ. 3-ാമത് ഇവിടെ പറയുകയാണ്, പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ക്രിസ്തു. പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ക്രിസ്തു. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി കർത്താവ് പറയുകയാണ്, നിങ്ങൾ കടന്നു വരിക, വലതുവശത്ത് നീ വലയെറിയുക. ധാരാളമായ മത്സ്യം കിട്ടി. അത് പത്രോസാണ്. പത്രോസ് പറയുകയാണ്, യോഹന്നാൻ പറയും അത് ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട്. സങ്കീർത്തനം 55-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. വായിച്ച് 55-ന്റെ 16-ഉം 17. 55 അതെ അതെ, ഞാനൊരു 55 ഇല്ലെന്നായിരിക്കുന്നു. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും.
ആ പ്രിയമുള്ളവരെ, പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ക്രിസ്തുവാണ്. ഒന്ന് വിളിച്ചാൽ മതി. ഇത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിവുണ്ടാകുവാൻ എൻ്റെ അരികിലിരിക്കുന്നവൻ ക്രിസ്തുവാണ്. എൻ്റെ അരികിൽ എൻ്റെ കുടുംബത്തിൽ ക്രിസ്തുവുണ്ട്, എന്നിൽ ക്രിസ്തുവുണ്ടെന്ന് തിരിച്ചറിവുണ്ടായാൽ അവൻ നമുക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കും. എന്തിനു വേണ്ടിയാണ്? ഒന്നടുത്ത് വരുവാൻ. തൻ്റെ വസ്ത്രം പോലും താൻ നഗ്നനാണെന്ന് പോലും മനസ്സിലാക്കി വസ്ത്രം ഉടുത്തുകൊണ്ട് കടലിലേക്ക് ചാടി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പത്രോസ് കടലിലേക്ക് ചാടുവാൻ. നീന്തലറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല, നീന്തലറിയാം. പക്ഷേ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഏത് പ്രതികൂലങ്ങളുണ്ടെങ്കിലും ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, എനിക്ക് അവനെ തിരിച്ചറിയുവാൻ സാധിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ അവന് സാക്ഷ്യത തിരിച്ചറിയുവാൻ സാധിച്ചാൽ, അവൻ ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചാൽ അവൻ എനിക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കും. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. യാത്രകൾ ക്രിസ്തുവിലേക്കായാൽ സഹനങ്ങൾ ഒരിക്കലും കുരിശുകളാവുകയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. യാത്രകൾ ക്രിസ്തുവിലേക്കായാൽ നമ്മുടെ സഹനങ്ങൾ ഒരിക്കലും നമ്മെ ദുഃഖിപ്പിക്കുകയില്ല, വേദനിപ്പിക്കുകയില്ല, അത് കുരിശുകളാവുകയില്ല. പകരം ക്രിസ്തുവിനോട് ചേരുന്ന, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന അനുഗ്രഹമായി തീരും. 3 കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, പരാജിതരെ തേടിയെത്തുന്ന ക്രിസ്തു. ജീവിതയാത്രയിൽ പരാജയങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷെ എൻ്റെ അപ്പാ എന്ന് വിളിച്ചാൽ അവൻ കേൾക്കുന്നവനാണ്. എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാൽ അവൻ ചേർന്നിരിക്കുന്നവനാണ്. രണ്ടാമത്, പരാജിതരെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തു. അവൻ ഒരിക്കലും തള്ളിക്കളയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. മുടിയനായ പുത്രൻ, അവൻ പറഞ്ഞു എനിക്കിതെല്ലാം വേണം, എൻ്റെ സ്വത്തൊക്കെയും വേണം. പക്ഷേ നശിപ്പിച്ച് തിരികെ വന്നപ്പോൾ ആ അപ്പൻ കാത്തിരുന്നത് പോലെ, എൻ്റെ മകനെ എന്ന് വിളിച്ച് ചേർത്ത് പിടിച്ചതുപോലെ ഒരു പരാജിതനെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവുണ്ട്. ആരെല്ലാം തള്ളി പറഞ്ഞാലും, അപ്പന്മാർ തള്ളി പറയുമായിരിക്കും, അമ്മമാർ തള്ളി പറഞ്ഞിട്ടുണ്ടാകാം, A+ കിട്ടാത്തതിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷേ എത്രമാത്രം പരാജിതനാണെങ്കിൽ പോലും, എത്രമാത്രം തളർന്നവനാണെങ്കിൽ പോലും, എത്രമാത്രം ഒറ്റപ്പെട്ടവനാണെങ്കിൽ പോലും അത് ചേർത്ത് പിടിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. എന്തിനു വേണ്ടി? പ്രാതലൊരുക്കി കാത്തിരിക്കുന്നവനാണ്. എൻ്റെ മകൻ തിരികെ വരുമെന്ന ബോധ്യത്തിൽ പ്രാതലൊരുക്കി കാത്തിരിക്കുന്നവനാണ്. അവർക്ക് ക്ഷീണമുണ്ടാകാം, അവന് ദുഃഖമുണ്ടാകാം. പക്ഷേ അപ്പൻ്റെ അടുക്കൽ വരുന്ന മകനെ പോലെ, അമ്മയുടെ അടുക്കൽ വരുന്ന മകളെ പോലെ ചേർത്ത് പിടിച്ചു അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, നീ സമാധാനത്തോടെ വസിക്കുക. പ്രിയമുള്ളവരെ, തലകളെ കുമ്പിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. സ്വർഗീയനാഥ, സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹീത സന്ധ്യയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തമ്പുരാൻ, ഞങ്ങളുടെ പഴയകാല ജീവിതങ്ങളിൽ ഏതെങ്കിലും മേഖലയിൽ നിന്നെ അറിയാതെ, നിന്നെ ഉപേക്ഷിച്ച് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ നൽകിയ നിയോഗത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ യാത്രകളിൽ എവിടെയെങ്കിലും നിന്നെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തമ്പുരാനെ, ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ വഴിയിലേക്ക് ചേർത്ത് പിടിക്കുമാറാകണമേ. ഞങ്ങൾ മിടുക്കരായിരിക്കാം, ഞങ്ങൾ കഴിവുള്ളവരായിരിക്കാം, പക്ഷെ പരാജിതനെ പോലെ സഭയുടെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പാപാനുഭവത്തിലൂടെ നിന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അവിടെയൊക്കെയും നീ ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചേർത്ത് പിടിച്ച സാഹചര്യങ്ങൾ, ആരുമില്ലാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ നിന്റെ കൃപയാണല്ലോ തമ്പുരാനെ ഞങ്ങളെ ചേർത്ത് പിടിച്ചത്. ഞങ്ങളുടെ ജീവിതയാത്രയിൽ നീ ചേർത്ത് പിടിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടല്ലോ. പലർക്കും ലഭ്യമല്ലാതിരുന്നതായ അനുഗ്രഹങ്ങൾ തമ്പുരാനെ ഒന്നുമില്ലാത്തവനായ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കൊണ്ടുവന്ന് തന്നുവല്ലോ. പലപ്പോഴും പലരും ആഗ്രഹിച്ചതായ അനുഗ്രഹങ്ങൾ തമ്പുരാൻ അവർക്ക് ലഭ്യമാകാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കൊണ്ടുവന്നുവല്ലോ. എന്തിനു വേണ്ടിയാണ്? ആ ചേർത്ത് പിടിച്ചതായ കരങ്ങളുടെ, ആ മുറിവേറ്റതായ കരങ്ങളിലുള്ളതായ വിശ്വാസമാണ്. തമ്പുരാനെ, ഒപ്പം തന്നെ പരാജിതനെ
പരാജയനെ കാണാതെ പ്രാതലൊരുക്കി കാത്തിരിക്കുന്നവനാണല്ലോ നീ. ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണല്ലോ നീ. നാഥ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. തളർന്നുപോയ ഞങ്ങളുടെ ജീവിതത്തെ നീ പുഷ്ടിപ്പെടുത്തണമേ. തകർന്നുപോയ ജീവിതത്തെ നീ കൂട്ടി യോജിപ്പിക്കണമേ. ആ പ്രാതൽ കഴിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ വിശ്വാസത്തോടെ നിലനിൽക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. ആ സർവ്വപരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥന തന്നെ. ആമേൻ.